പാലക്കാട് ജില്ലയിലെ ഒരു ഉൾനാട് ഗ്രാമപ്രദേശം. സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അന്നേ ദിവസം അവളുടെ ജോലി സ്ഥലത്ത് നിന്ന് ഏറെ വൈകിയാണ് ഇറങ്ങുന്നത്. ജോലി തിരക്കിനിടയിൽ സമയം കടന്നുപോയത് അവൾ അറിഞ്ഞിരുന്നില്ല. 2 ബസ് കയറിയാൽ മാത്രമാണ് അവളുടെ വീട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയുക. ബസ്സുകൾ വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവസാനത്തെ ബസ്സും പോയിരിക്കുമെന്ന ആശങ്കയിൽ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. വിചാരിച്ച പോലെ തന്നെ ആ ബസ് സ്റ്റോപ്പ് വിജനമായിരുന്നു. 9 മണിക്ക് ശേഷം അവിടെ അങ്ങനെയാണ്. എങ്ങനെ വീട്ടിലെത്തുമെന്ന് വിഷമിച്ചിരിക്കുന്ന അവൾ തൻ്റെ അരികിലിരിക്കുന്ന ആളെ ശ്രദ്ധിച്ചിരുന്നില്ല. സത്യത്തിൽ ആ ബസ് സ്റ്റോപ്പിൽ അവളെ കൂടാതെ ഒരു വൃദ്ധനും ഉണ്ടായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുടിയും താടിയുമെല്ലാം നരച്ച അദ്ദേഹം ഒരു ചാക്ക് കെട്ടുമായി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. താൻ ഒറ്റയ്ക്കല്ലല്ലോ എന്നവൾ മനസ്സിൽ പറഞ്ഞു. അദ്ദേഹം ഒരു ചെറുപുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു, മോളെന്താ ഇത്രയും വൈകിയത്? ഈ ചോദ്യം കേട്ട അവൾ ഒന്ന് ഞെട്ടി. കാരണം അദ്ദേഹത്തെ അവൾ അതിനു മുമ്പ് അവിടെ എങ്ങും കണ്ടിരുന്നില്ല. ജോലി സ്ഥലത്ത് നിന്ന് താമസിച്ചാണ് താൻ ഇറങ്ങിയതെന്ന് മറുപടി പറഞ്ഞ ശേഷം അവളുടെ ഉള്ളിലെ സംശയം അവൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അച്ഛനെ ഇതിനു മുമ്പ് ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എന്നെ അറിയാം? ആ ചോദ്യം കേട്ട ഉടൻ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ മോളെ എന്നും കാണാറുണ്ട്. മോള് ജോലിക്ക് പോകുന്നതും വരുന്നതുമല്ല. അവസാനത്തെ ബസ്സും പോയി അല്ലേ? നിരാശയോടെ അവൾ ചോദിച്ചു. അതെ, പോയി എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. പിന്നീട് അവർ തമ്മിൽ അധികമൊന്നും സംസാരിച്ചില്ല. സമയം അങ്ങനെ കടന്നുപോയി. അവളുടെ ഉള്ളിലെ ആശങ്ക കൂടി വന്നു. അതിന് ഒരു കാരണമുണ്ട്. അവൾ ഇപ്പോൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിനെക്കുറിച്ച് കേൾക്കുന്ന കുറച്ച് കഥകളാണ് അതിന് കാരണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതെ പോയിരുന്നു. ആ പെൺകുട്ടി ആ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരുന്നത് പലരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷം അവൾ എവിടേക്ക് പോയെന്നോ അവൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ ആർക്കും അറിയില്ല. അവിടെ വെച്ച് പല പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി കഥകളാണ് അവൾ കേട്ടിട്ടുള്ളത്. ഇത് അവളുടെ ഉള്ളിലെ ഭയം കൂട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ദൂരെ നിന്ന് ഏതോ ഒരു വാഹനം വരുന്ന ശബ്ദം അവൾക്ക് കേൾക്കാൻ തുടങ്ങി. ആ വാഹനം കൂടുതൽ അടുത്തേക്ക് വന്നപ്പോഴാണ് അതൊരു അംബാസഡർ കാറാണെന്ന് അവൾക്ക് മനസ്സിലായത്. ആ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു വന്ന ആ കാറ് ബസ് സ്റ്റോപ്പിൻ്റെ മുൻപിൽ നിർത്തി. കാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ചെറുപ്പക്കാർ ആ പെൺകുട്ടിയെ നോക്കി കമൻ്റ് അടിക്കാൻ തുടങ്ങി. പോരുന്നോ ഞങ്ങളുടെ കൂടെ? ഞങ്ങൾ വീട്ടിലാക്കി തരാം. അവൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് മാറി കാറിൽ നിന്ന് വന്നവരെ ശ്രദ്ധിക്കാത്തതുപോലെ റോഡിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതേസമയം കാറിൻ്റെ ഡോർ തുറന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. കാറിൻ്റെ ഉള്ളിലിരുന്ന ചെറുപ്പക്കാരൻ അവനോട് വിളിച്ചു പറഞ്ഞു, എടാ, അവളെ ഇങ്ങി പൊക്കിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റിക്കോ. ഇത് കേട്ട അവൾ തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ കാറിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരൻ അവളുടെ കയ്യിൽ ശക്തമായി പിടിച്ചിരുന്നു. അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ അവളെ ആ കാറിലേക്ക് കയറ്റാനായി ബലം പ്രയോഗിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവിടെ വലിയൊരു ചങ്ങലയുടെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ ബസ് സ്റ്റോപ്പിലിരുന്ന ആ വൃദ്ധൻ അവരുടെ കാറിന് മുമ്പിലേക്ക് നടന്നു വരുന്നു. അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചൊന്ന് നോക്കി. അവൾ നേരത്തെ കണ്ട ഇത്രയും നേരം അവളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ പാവം വൃദ്ധനെയല്ല അവളവിടെ കണ്ടത്. മറിച്ച് അയാളുടെ കണ്ണുകളിൽ വലിയൊരു തിളക്കം. ആ വൃദ്ധൻ പെട്ടെന്ന് തന്നെ ഒരു അതിശക്തനായി മാറിയതുപോലെ അവൾക്ക് തോന്നി. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പകച്ചുപോയി. അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ട ചെറുപ്പക്കാരൻ ആ വൃദ്ധൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അയാളുടെ മുഖത്തിലെ ആ മാറ്റം അവരിൽ വളരെയധികം ഭയം ഉളവാക്കി. ഇതേ സമയം ആ വൃദ്ധൻ ആ പെൺകുട്ടിയോട്
ഉറച്ച ശബ്ദത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവൾ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോ ആ വഴിക്ക് വരുന്നത്. അവളെ കണ്ട് ആ ഓട്ടോ ഡ്രൈവർ അവളെ വിളിക്കുന്നുണ്ട്. മോളെ, ഓട്ടോയിലേക്ക് കയറിക്കോ, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം. പെട്ടെന്ന് തന്നെ അവൾ ആ ഓട്ടോയിലേക്ക് കയറുകയാണ്. ഇതേ സമയം ആ 3 ചെറുപ്പക്കാരും ആ പ്രായമായ ആളും ആ റോഡിൽ തന്നെ നിൽപ്പുണ്ട്. അവർ 3 പേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഓടാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്തിനാലോ തട്ടി വീഴുന്നത് പോലെ അവർ ആ റോഡിൽ തന്നെ വീഴുകയാണ്. അവർ അലറി നിലവിളിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ അവളോട് ചോദിക്കുകയാണ്, എന്തിനാണ് മോളെ നീ അവിടെ ഒറ്റയ്ക്ക് നിന്നത്? ആ സ്ഥലം അത്ര നല്ലതല്ല. അവിടെ ഉണ്ടായിരുന്ന ആ 3 ചെറുപ്പക്കാരും അത്ര വെടുപ്പുമല്ല. അവർ മുൻപ് പെൺകുട്ടികളെ ഉപദ്രവിച്ച കേസിൽ അകത്തു പോയിട്ടുള്ളവരാണ്. പിന്നെ പണമൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങിയതായിരിക്കും. ഇത് കേട്ട അവൾ ഒന്നുകൂടി ഭയന്നു. ആ അച്ഛൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചേനെ എന്നവൾ ആ ഡ്രൈവറോട് പറഞ്ഞു. ഇത് കേട്ട ഡ്രൈവർ അവളോട് ചോദിച്ചു, അച്ഛനോ? അവിടെ മോളും പിന്നെ ആ 3 ചെറുപ്പക്കാരും മാത്രമല്ലേ ഉണ്ടായിരുന്നത്? വേറെ ആരെയും ഞാനവിടെ കണ്ടില്ലല്ലോ. അവൾ പിന്നെയും അയാളോട് ആവർത്തിച്ച് പറഞ്ഞു, ഇല്ല ചേട്ടാ, ഒരു പ്രായമായ ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ രക്ഷിച്ചത്. ഇത് കേട്ട ഓട്ടോ ഡ്രൈവർ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, 4 വർഷങ്ങൾക്ക് മുന്നേ മോളെപ്പോലെ തന്നെ ഒരു കുട്ടിയെ അവിടെ വെച്ച് രക്ഷിക്കുന്നതിനിടയിൽ ഒരു പ്രായമായ വൃദ്ധൻ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് ആ പെൺകുട്ടി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ആ പാവ മനുഷ്യൻ്റെ ജീവൻ പോയി. ഈ ഒരു നിമിഷം അവളുടെ ഹൃദയം നിലച്ചതുപോലെ അവൾക്ക് തോന്നി. ശരിക്കും അവളെ രക്ഷിച്ചത് ആരാണ്? അത് മനുഷ്യനാണോ അതോ ആത്മാവോ? അതിനുള്ള ഉത്തരം അവൾക്കിന്നും അറിയില്ല. തിരക്കുള്ള നമ്മുടെ നഗരങ്ങളിൽ പോലും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിൽ കൂടി ഇതിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏത് സാഹചര്യത്തിലും സമയത്തും അപകടം കൂടാതെ മറ്റ് രാജ്യങ്ങളിലെ പോലെ തന്നെ സ്ത്രീകൾക്ക് നമ്മുടെ രാജ്യത്തും യാത്ര ചെയ്യാൻ വരുംകാലങ്ങളിൽ സാധിക്കട്ടെ. ഇതേപ്പറ്റിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ കൂടുതലും ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി, ക്രൈം സ്റ്റോറി, റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങിയ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ. ഈ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വന്തം KL ടോക്സ്.